കുഞ്ഞാടായി കർത്താവിന്റെ കൃപ കൊണ്ട് ജീവിച്ചോട്ടാച്ചോ. അങ്ങനൊരു പരിഹാരത്തിന് വേണ്ടിയല്ലേ അവരച്ഛനെ കാണാൻ വന്നത്? അവറാച്ചൻ തന്നെ, മാളിയേക്കല്ല അവറാച്ചൻ തന്നെ. എന്നാ അവറാച്ചനല്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടത്തെ കാര്യസ്ഥൻ ഉറപ്പായിട്ടാ. എത്ര ലക്ഷം വേണമെങ്കിലും എന്റെ മുതൽ ചെലവാകും. എന്നാ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തർപ്പയ്യ? വല്ല ആപ്പൂപ്പ് സാമാനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയാലേ വിവരം അറിയും. അല്ല മുതലാളി, അച്ഛനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടിട്ടാ. നമ്മുടെ പുഴയോരത്തുള്ള ആ ഫാക്ടറിയിലെ അത് കണ്ണാടി പുഴ നാശാക്കണമെന്ന് ബാലനും മാഷും പറയണത്. രവി മാഷല്ലേ? അദ്ദേഹം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അതിനെ കൂട്ടി നിൽക്കണത് നമ്മുടെ ഇടവേഗയിലെ വിൽസനും അവന്റെ അപ്പനായ മത്തായും 4 കുടുംബക്കാരും കൂടിയിട്ടുണ്ട്. അച്ഛൻ മത്തായി നിന്ന് കാണട്ടാ. ഇത് നെല്ലിക്കേന്റെയും മാങ്ങേന്റെയും പൈസയാണ്. മിഠായിന്റെ നാളെ തരാം. ശരി. ഇതിനെന്താ 10 രൂപ? നല്ല സാധനമാണോ? പിന്നെ അല്ലാണ്ട്. രാമോ, വടക്കോട്ടാണെങ്കിൽ വെടക്കാൻ വേണ്ട നോക്കണേ, അല്ലെങ്കിൽ തെക്കോട്ട് എടുക്കേണ്ടി വരും. മത്തായി, മത്തായി, മത്തായി. അച്ഛനോ? എന്താണോ വിശേഷിച്ചേ? ഈയിടെ കുർബാനയ്ക്കൊന്നും കാണുന്നില്ലല്ലോ. പണിത്തിരിക്കലാണ് അച്ചോ. എന്തിനും ഏതിനും മുതലാളിക്ക് ഞങ്ങള് വേണം. നല്ല കാര്യം. തൊഴിലെടുക്കണത് പ്രാർത്ഥനയ്ക്ക് തുല്യ. വീട്ടുകാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ തൊഴിൽ അത്യാവശ്യ. പക്ഷേ നിങ്ങളുടെ തൊഴിലുകൊണ്ട് ഈ ഗ്രാമത്തിനോ നാട്ടുകാർക്കോ കുഴപ്പമുണ്ടാകരുത്. നാട്ടുകാരുടെ വാക്കായിട്ട് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരണ്ട. ഇവിടെ ഇപ്പോഴേ 2 ചേരിയ. കമ്പനിയെ അനുകൂലിക്കുന്നവരെ ഞങ്ങള്, തൊഴിൽ വേണമെന്ന് വാദിക്കുന്നവര്. ഞാൻ നന്മയുടെ ഭാഗത്താ. അച്ചോ, അപ്പൊ ഞങ്ങള് തിന്മയുടെ ഭാഗത്തും. നന്മയും തെന്മയും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഉപജീവനാണ് പ്രശ്നം. കഷ്ടപ്പാടുള്ള ഒരു കുടുംബത്തെ പള്ളിക്കും പട്ടക്കാരനും എക്കാലത്തും രക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ കമ്പനിയുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് നേട്ടമുണ്ടാവുമ്പോ നാളെ ഈ ഗ്രാമം കഷ്ടത്തിലാവും. അച്ചോ, ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എന്റെ കുടുംബമായിട്ട് എനിക്ക് വലുത്. അത് നിന്റെ സ്വാർത്ഥല്ലേ മത്തയ്യേ. കൂട്ടം തെറ്റി പറക്കരുത്. പറഞ്ഞാൽ വേട്ടക്കാരങ്ങ് വെടിവെച്ച് വീഴ്ത്തും. ഇങ്ങോട്ട് ആ വെടിവെക്കാൻ അപ്പൊ കാണാൻ തരുന്നേറാം. അച്ഛൻ പോ. അച്ഛൻ വേദാന്തൊന്നും പറയണ്ട. വിൽസ, ജീവൻ തുരിച്ചെന്ന പുഴയെ നീ മറക്കരുത്. പലതും മറന്നില്ലെങ്കിലേ ജീവിക്കാൻ പറ്റില്ല അച്ഛാ. ഞാൻ എന്തായാലും നിങ്ങളുടെ മുതലാളി കാണുന്നുണ്ട്. അത് നടക്കില്ല അച്ചോ. അതിന് നിന്റെ തടസ്സം എനിക്ക് പുല്ലണ്ട. അച്ഛനെ കടത്തി വിടില്ലേട്ടാ. വാശി പിടിക്കല്ലേ? വാശി തന്നെയാണ് അച്ഛാ. മോനെ വിൽസ, നീ ലോഹയുടെ വികാരി അച്ഛനെ കണ്ടിട്ടുള്ളോ? ലോഹയ്ക്കുള്ളിലെ പടമാടൻ പത്രസ്നേ നിനക്കറിയില്ല. നിന്റെ അമ്മയുണ്ടല്ലോ മറിയാമ്മ, ഇവൾക്കറിയാം ഈ പടമാടൻ പത്രസ്നെ. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലേ. അച്ഛനാണ് നോക്കില്ല, അടിച്ചു തട്ടലൊടിക്കും. ഓരങ്കാലം കൊണ്ട് ചവിട്ടി വെച്ച് കൊടുത്താണ്ടല്ലോ നീ കക്കും. ഇവളിൽ നിന്ന് മോന്തി വലിച്ച മോലപ്പാല് നാട്ടിലൊടിക്കാൻ വന്ന പീരച്ചക്കൻ. കന്നാലേ, പാടമാടുന്നോണ്ട് പണിയെടുപ്പിക്കല്ലേ. മത്തയ്യേ, നിന്നോടും കൂടിയ പറയട്ടാ. മറിയാമ്മേ, ഞാൻ തനി പെശകാണെന്ന് നിനക്കറിയാലോ. ഇവരുടെ ത്രാട്ടൊന്നും പടമാടുന്നോട് വേണ്ടെന്ന് പറഞ്ഞേക്കേ. എന്റെ കർത്താവ് പറഞ്ഞാലും ഈ ഫാക്ടറി ഞാൻ നടത്തും. അച്ഛൻ കുർബാനയും നടത്തി, പള്ളിക്കാരും നോക്കിയാ മതി. ഇതിൽ ഇടപെടണ്ട. ഇടപെടും, ഇടപെട്ടിരിക്കും ഞാൻ. പുഴയോരത്തൊന്നും ഇപ്പൊ നെൽകൃഷി ഇല്ലല്ലോ. പുഴ ഒഴുകന്തേ നെൽകൃഷിക്ക് മാത്രല്ല, കുളിക്കാനും ഉപജീവിതത്തിനും അതിലുപരി സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടിയാ. കണ്ണാടിപ്പുഴ ശുദ്ധമായ ഒരു പുഴയാണ്. അത് നശിപ്പിക്കാൻ അനുവദിക്കില്ലടാ. അപ്പോ അതാണ് കാര്യം. അച്ഛോ, അച്ഛൻ ഈ കുഞ്ഞാളികളെ വിളിച്ച് സ്ഥലം വിട്ടോ. ഇല്ലെങ്കിൽ നീ എന്താ കാണിക്കാ? മുതലാളി അല്ല കാണിക്ക, ഞങ്ങളെ കാണിക്കാച്ചാ. നീ ഒന്നും ചെയ്യില്ലടാ. നീ വെറും കോഞ്ഞാട്ട. ഈ കത്ത് വട്ട മാത്രല്ല, ഇതുകൊണ്ട് നിന്റെ തല വെട്ടാനേ പറ്റൂ. ഒന്ന് പോടാ കോഞ്ഞാട്ടെ. നിങ്ങളാരും അധികം വിളയണ്ട. എന്റെ തനി രൂപം നിങ്ങൾ കാണേണ്ടി വരും. ചെകുത്താന്റെ രൂപയ്ക്ക് പുല്ലണ്ട. പടമാടൻ നേർമാതിരി കുറെ ചെകുത്താന്മാരെ കണ്ടിട്ടുണ്ട്. പൗലോസേ, നിന്നെ ഞാൻ ആണി അടിച്ച് തിളയ്ക്കും. ആ ഫാക്ടറിയുടെ അന്തികൂതാശ നടത്തിയിട്ടുണ്ട്. ആരുടെ കൂതാശയാണെന്ന് നമുക്ക് കാണാം. കാണാം, കാണാടാ.
തെങ്ങ് കയറ്റ അപ്പാടെ മാറിയിരിക്കുക. മെഷീൻ അത്ര ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഒരെണ്ണം വാങ്ങിയോടെ. അതിന് ഒരുപാട് രൂപ വേണം. ഒരു 1000 രൂപ എന്റെ വെക്കാം. എന്താ? ബാക്കി ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കാനാ. മുത്തണ്ണനാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ. പേടിപ്പിച്ചിട്ട് 2000 രൂപ വാങ്ങിയിട്ടുണ്ട്. ഈ മാസം അവസാനം കൊടുക്കണം. ആ സമയം വരുമ്പോ വാങ്ങാ പാല. ചേട്ടൻ എവിടെന്നെങ്കിലും മേടിക്ക്. പാലിന്റെ 1000 രൂപ കളയണ്ട. എനിക്ക് ആര് തരാനാ? ഒരാളുണ്ട്. ആരാ? നമ്മുടെ വള്ളിയമ്മ. ബാല നോക്കിയേ. ചന്ദ്രേട്ടാ അത് കരയിലേക്ക് കയറ്റി. ആ ശരി പാല. എന്ത് നാറ്റത്. ചന്ദ്ര, ഒരു തരി പോലും കാണുന്നിട്ട് മഴ അവിടക്കൊക്കെ എടുക്കുന്നുണ്ട്. അത് മുഴുവൻ എടുത്ത് നാരി പണി ചെയ്ത്. ഹായ് നാരിട്ട് ഇങ്ങോട്ട് എല്ലായിടത്തും മാണെടുക്കുന്നതിന്റെ ഒരു തരി പോലും ബാക്കി തന്നെയാ. അത് മുഴുവൻ എടുത്തോ, എന്നിട്ട് കയറ്റിക്കോ. അത് ഹായ് മണത്തട്ട് ഈ ലോകം മുഴുവൻ മണക്കുന്നോ തോന്നണത്. അവനായിരിക്കും. വാ വാ നിക്കവിടെ. നീ ഏതറാ? ഞാൻ വർക്കി. എന്താ ഇവിടെ കാര്യം? ഈ ചാക്ക എന്തിനാ? ഇതെല്ലാം ചോദിക്കാൻ താനാരാ? പറയാ ആ പുല്ലരിയാ വന്നതാ. നിന്റെ അരിവാളെ വിടറാ. എടുക്ക്. പറയടാ. എനിക്ക് വായിക്കാരേടാ. അറിയാം. വായിക്കണ. കണ്ണാടി പുഴ. ഈ പുഴയിൽ മാലിന്യം ഇട്ടാൽ. വായിക്കണ മുഴുവൻ. കണ്ണാടി പുഴ. ഈ പുഴയിൽ മാലിന്യം ഇട്ട്. മുഴുവൻ വായിക്കണാണ്. കണ്ണാടി പുഴ. ഈ പുഴയിൽ മാലിന്യം ഇട്ടാൽ വിവരറിയും. മതി മതി മതി. നിർത്ത്. ഇനി അടിച്ചാലേ ഇവൻ ചത്തുപോകും. ശവം എണിക്കണോണ്ട്. ഇപ്പൊ നീ വിവരം അറിഞ്ഞല്ലോ. മേല നിന്നെ ഇവിടെ എങ്ങനെ കണ്ടുപോയാ ഇത് മറ്റുള്ളവരോട് പറഞ്ഞേക്ക്. മനസ്സിലായണോ നിനക്ക്? തിരിഞ്ഞോക്കണ ഓടണ. പിന്നെ നിർത്ത് തന്നെ വീട്. ഇറങ്ങ വേഗം ഇറങ്ങണം. അമ്മയുടെ ഗേറ്റ് അവന്റെ നെപ്പ് കണ്ടില്ലേ? ആടണ്ട്. നിങ്ങളാരാ? കുറച്ച് വിരുന്നുകാരടാ. കുറച്ച് തീർ സാമാനങ്ങളുമായി വന്ന എന്താ നിനക്ക് വിഷമയ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. കത്തിയുണ്ടോ അരിയാൻ? നിങ്ങളെ ഞാൻ അറിയില്ലല്ലോ. തന്നെ ഞങ്ങൾക്ക് അറിയാം. ഈ സാമൂഹ്യ ദ്രോഹി. സൂക്ഷിച്ച് സംസാരിക്കണം. പോലീസിനെ വിളിക്കൂട്ടോ. വിളിക്കേ. ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കണേ നാറി. മേലിൽ കണ്ണാടിപ്പുഴയിൽ മാലിന്യം ഇട്ടാൽ വിവരറിയും. നിങ്ങക്ക് എന്താ വേണ്ടത്? ഞങ്ങളെ വാങ്ങാൻ വന്നതല്ലടാ, തരാൻ വന്നതാ. ചന്ദ്രേട്ടാ